അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 10 ആയത്തുകളാണ് ഇറക്കിയത്. ഒരു പെണ്ണ് കരഞ്ഞപ്പോ, ഒരു പെണ്ണ് സങ്കടപ്പെട്ടപ്പോ, ഒരു പെണ്ണ് റബ്ബിനോട് ദുആ ചെയ്തപ്പോ അതാ ഖുർആനിൽ 10 ആയത്തുകളാണ് ഇറങ്ങിയത്. ആ പെണ്ണാരെന്നറിയോ? ആ പെണ്ണാരെന്നറിയോ? മഹദിയായ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഏതാണ് ആയിഷയുടെ ചരിത്രം അറിയുമല്ലോ? പടച്ചവനെ, സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി, ആ ബദരീങ്ങളിൽപ്പെട്ട സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, രണ്ടുപേരെയും ചേർത്ത് വെച്ചൊരു കഥ ഇറങ്ങുകയാണ്. അല്ലാഹുവേ, ആയിഷ വ്യഭിചരിച്ചു, ആയിഷ വ്യഭിചരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ഖുർആനില് 10 ആയത്തുകളാണ് നിന്ന നിപ്പിൽ ഇറങ്ങി വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിഷ ഒന്ന് കരഞ്ഞപ്പോ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒന്ന് സങ്കടപ്പെട്ടപ്പോ ഖുർആനിൽ നിന്ന് ആയത്തിറക്കിയിട്ട് അല്ലാഹു നിരപരാധിത്വം തെളിയിച്ചു. നമുക്ക് ചരിത്രമറിയാം. മുഅ്തത്ത് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന രംഗം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണമെല്ലാം കഴിഞ്ഞു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറി. അങ്ങനെ ആണുങ്ങൾ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് പോയി. അപ്പോഴാണ് ആയിഷ മനസ്സിലാക്കുന്നത് തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് ഒട്ടകക്കട്ടിലിന്റെ പുറത്തേക്ക് തലയിട്ട് നോക്കി, നബിതങ്ങളെ കാണുന്നില്ല, സഹാബത്തിനെ കാണുന്നില്ല. അപ്പൊ ആയിഷ ബീബി വിചാരിച്ചു ഓടിച്ചെന്നെടുത്തുകൊണ്ടുവരാം. ആയിഷ ബീബി മാല തിരഞ്ഞിറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീബി വാഹനത്തിന്റെ അകത്ത് കയറുന്നത് കണ്ടത് കാരണം ഒട്ടകക്കട്ടിലെടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മുകളിൽ വെച്ചുകൊണ്ട്, ആയിഷ ബീവിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല, ചെറിയ പെൺകുട്ടിയാ, അതുകൊണ്ട് അതിനകത്തുണ്ടോ എന്നറിയില്ല, എല്ലാരും ഉണ്ടെന്നുള്ള ധാരണയിൽ അതെടുത്ത് മുകളിൽ വെച്ച് വാഹനം പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, നബിതങ്ങളെയും സ്വഹാബത്തിനെയും കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു ചെറിയ പെൺകുട്ടിയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരുന്ന് കരയാൻ തുടങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി വരുന്നത്. തന്റെ ഒട്ടകപ്പുറത്ത് ആ സഹാബി കടന്നു വരുന്നുണ്ട്. ആ സഹാബി ഏറ്റവും പുറകിൽ താമസിച്ചു വരാനുള്ള കാരണം പറയുന്നത്, കളഞ്ഞു പോകുന്ന വസ്തുക്കൾ എടുത്തുകൊണ്ടുവരാൻ, യാത്രക്കാരാണ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ടുവരാൻ നബിതങ്ങൾ ഏറ്റവും പുറകിൽ വരാൻ പറഞ്ഞ സഹാബി. ഈ സഹാബി നോക്കുമ്പോ ഒരു ചെറിയ പെണ്ണ് വഴിയോരത്തിരുന്ന് കരയുന്നു. ആരാരുമില്ലാത്ത വഴിയോരത്തിരുന്ന് കരയുന്നു. മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ആരാ നിങ്ങൾ? ആരാ ഇരുന്ന് കരയുന്നല്ലോ, നിങ്ങൾ ആരാ? അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ ഞാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ. സഫ്വാൻ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നാലില്ല. ആയിഷയോ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, ഉമ്മ ഈ വാഹനത്തിന്റെ മുകളിൽ കയറ്, ഉമ്മ ഈ വാഹനത്തിന്റെ മുകളിൽ കയറ്, ഞാൻ മുമ്പിൽ നടക്കാം, ഉമ്മ ഈ വാഹനത്തിൽ കയറ്. അവസാനം വേറെ വഴിയില്ലാതെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ കയറി. യാത്ര തുടർന്നു. നബിതങ്ങളും സ്വഹാബത്തും ഒരുപാട് സഞ്ചരിച്ച് അവസാനം അവർ തമ്പിലേക്ക് ചെല്ലുമ്പോഴാണ് ആയിഷ ബീബി ഇല്ലെന്ന് മനസ്സിലാകുന്നത്. ഒരുപാട് സഞ്ചരിച്ച മണിക്കൂറുകൾ കഴിഞ്ഞു. രാവിലെയാകുമ്പോഴാണ് ആയിഷ ഇല്ലെന്നറിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ ഭാര്യയെ കുറിച്ച് കാണാതെ വന്നപ്പോ വലിയ വിഷയമായി. എല്ലാവരും വല്ലാത്ത വിഷയം, എവിടെ പോയി ആയിഷ, വലിയ ചർച്ചയായി, എല്ലാവരും അറിഞ്ഞു. അവസാനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിലുണ്ട്. നബിതങ്ങളുടെ മുമ്പിൽ വന്നു നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി. പക്ഷേ ആ സ്വഹാബത്തിന്റെ ഇടയിൽ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരുത്തരുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, രണ്ടുപേർക്കും ചെറിയ പ്രായവാ, രാത്രി സഞ്ചരിച്ചു വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയെ കുറിച്ച് വ്യഭിചാര ആരോപണം തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നു ചരിത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേട്ടവർ വിശ്വസിക്കാൻ തുടങ്ങി. കാരണം ശത്രുക്കളല്ല പറഞ്ഞത്, നബിതങ്ങളുടെ കൂടെ പോയവരാ.
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോയവരായി ഈ കഥ പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് പലരും വിശ്വസിച്ചു. ബക്കറ്റ് പിരിവിന് സമയമായെന്നായിരിക്കും പേപ്പർ കൊണ്ടുവരുന്ന ഫാറൂഖ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നാട് മുഴുവനും ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ആരോടും മിണ്ടാതെയായി. നബിതങ്ങൾ പറഞ്ഞു അല്ലാഹ് തന്നെ തീരുമാനിക്കട്ടെ. നബിതങ്ങൾക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നബിതങ്ങൾ പറയുന്നുണ്ട് വല്ലാഹി വല്ലാഹി ലാ, നബിതങ്ങൾ പറയുന്നുണ്ട് ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്റെ ഭാര്യ എനിക്കറിയാം, വല്ലാഹി സത്യം എനിക്കറിയാം. ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറ. ഇന്നുവരെ നല്ലതല്ലാതെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അല്ലാഹ് തന്നെ തീരുമാനിക്കട്ടെ. നബിതങ്ങൾ മിണ്ടാതെ നടക്കാൻ തുടങ്ങി. എല്ലാരും ചർച്ചയായി, എല്ലാ സ്ഥലങ്ങളിലും ചർച്ച. ആയിഷ ബീവിക്ക് പനി പിടിച്ചു, ആഴ്ചകളോളം കടന്നു. അവസാനം ആയിഷ ഇതൊന്നും അറിയുന്നില്ല. അവസാനം നബിതങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല വീട്ടിൽ ചെന്നു. അപ്പോഴാ അറിയണേ ഈ കഥകൾ, തിരക്കഥകൾ, എന്റെ പ്രിയപ്പെട്ട സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകൾ. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല എനിക്ക് വല്ലാതെ സങ്കടമായി. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് എന്റെ പൊന്നുമോള് മരിച്ചുപോയി എന്ന് ഞാൻ ഭയക്കാറുണ്ട്. ആയിഷ ബീവി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കരഞ്ഞു കരഞ്ഞു വീടിനകത്ത് കിടക്കുമ്പോ അബൂബക്കർ തങ്ങൾ ചെന്നിട്ട് കാലുകൊണ്ട് തന്റെ പൊന്നുമോളെ തട്ടി നോക്കും ജീവനുണ്ടോ എന്ന്. അത്രത്തോളം സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്കൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമോ, എത്രത്തോളം പറയാൻ പറ്റുമോ നമ്മളൊക്കെ പറയും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഈ സംഭവം നടന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിനുവേണ്ടിയായത് പറഞ്ഞത്. ഈ ചരിത്രം ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു ഭർത്താവിനോട്, ആയിഷയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയോട് സ്വന്തം ഭാര്യ ചോദിച്ചു, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അലം തസ്മഉ, അവിടെന്ന് ചോദിക്കുന്നു മഹദി വയ്ക്ക, നിനക്ക് ആയിഷാനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല. തന്റെ ഭാര്യയോട് ചോദിച്ചു, ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കണം. ആയിഷ ബീബി വ്യഭിചരിച്ചു എന്ന് എല്ലാരും പറയുന്നല്ലോ, തെളിവുകളൊക്കെ എതിരാണല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സഹാബി തന്റെ പെണ്ണുമ്പിള്ള എടുത്ത് ചോദിച്ചു, ആ ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? മഹദി പറയാ, വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല, വല്ലാഹി സത്യം ഞാൻ ഒരിക്കലും, അല്ലാഹുവാകട്ടെ, ഞാൻ ഒരിക്കലും വ്യഭിചരിക്കൂല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മഹാനായ സ്വഹാബിയോട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോൾ ആ സ്വഹാബിയുടെ മറുപടി എന്തെന്നറിയോ? എടോ, ഒരു വാർത്ത കേട്ടാൽ ഇങ്ങനെയായിരിക്കണം. ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞാൽ ചെയ്തോ ചെയ്തില്ലേ അതല്ല വിഷയം. ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലപാടെന്തായിരിക്കണം? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളുടെ ചരിത്രം പറയുകയാണ്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് ചോദിക്കുന്നു, നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ? ആ പെണ്ണ് പറയുന്നു, ഒരിക്കലും ഞാൻ വ്യഭിചരിക്കൂല, വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല, വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല. അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ പറയുകയാ,
എന്നാ ഫവല്ലാഹി ആയിഷത്തു ഖൈറും മിൻകാ, നിന്നെക്കാളും ഖൈറായവളാണ് ആയിഷ, നിന്നെക്കാളും നല്ലവളാണ് ആയിഷ, നിന്നെക്കാളും നല്ലവളാണ് ആയിഷ. നീ ചെയ്യത്തില്ലെങ്കിൽ പിന്നെ ആയിഷ എങ്ങനെയാണ് ചെയ്യുന്നത്? ആയിഷ ആരെന്നറിയോ? ആയിഷ ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ വിവാഹം കഴിക്കാൻ മറ്റുള്ള ഭാര്യമാര് നബിതങ്ങൾ ഇഷ്ടപ്പെട്ടാണ് വിവാഹം കഴിച്ചതെങ്കിൽ ആയിഷയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് അല്ലാഹുവാ. അല്ലാഹയാ പറഞ്ഞത് വിവാഹം കഴിക്കാൻ, അല്ലാഹയാണ് പറഞ്ഞത് ആയിഷാനെ വിവാഹം കഴിക്കാൻ. ആയിഷ അങ്ങനെ ഉള്ളവളായിരുന്നെങ്കിൽ അല്ലാഹു പറയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ സഹാബിയുടെ നിലപാടതായിരുന്നു, ആ സഹാബിയുടെ നിലപാടതായിരുന്നു. ഒരിക്കലും ആയിഷ വ്യഭിചരിക്കൂല, ഒരിക്കലും ആയിഷ വ്യഭിചരിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങുകയാ, ലൗലാ ഇദ് സമിഅതുമൂഹു അന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. നല്ലത് ചിന്തിക്കണമടോ, നല്ലത് ചിന്തിക്കടോ. മോഷ്ടിച്ചെന്ന് പറയുമ്പോ നീ ചിന്തിക്കണം, പടച്ചവനെ അബദ്ധം പറ്റിയതായിരിക്കും. എന്റെ സഹോദര, ഒരാള് തെറ്റ് ചെയ്തു എന്ന് നിന്റെ അടുക്കൽ പറഞ്ഞാൽ നീ ചെയ്യേണ്ടത് എന്താണ്? നല്ലത് ചിന്തിക്കടോ, നല്ലത് ചിന്തിക്കടോ. അല്ലാതെ അവനെ നാണം കെടുത്താനല്ല, നാട്ടുകാരുടെ മുമ്പിൽ മോശക്കാരനല്ല, മോശക്കാരനാക്കിയിട്ട് അവന്റെ ഇസ്സത്ത് തകർത്തിട്ട് എനിക്കും നിങ്ങൾക്കും എന്ത് കിട്ടാനാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഈ അബു അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബിയുടെ നിലപാടിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അല്ലാഹു വാഴ്ത്തുകയാണ്. അല്ലാഹു ആ സ്വഹാബിയുടെ നിലപാടിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ അവിടുന്ന് വാഴ്ത്തി പറയുമ്പോ, ഈ പരിശുദ്ധമായ ഈ പുണ്യമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഉറപ്പില്ലാതെ പറയരുത്, ഏസണി പറയരുത്, പരദൂഷണം പറയരുത്, ഒരു മനുഷ്യനെ നാണം കെടുത്തരുത്. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന്റെ വില എന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ മുറ്റത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹു പറഞ്ഞു, കഅബേ നിനക്കെന്ത് മഹത്തമാ, എന്തൊരു സുഗന്ധമാ, എല്ലാരും നിന്നെ ആദരിക്കുന്നു, എല്ലാരും നിന്നെ ബഹുമാനിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്. നിനക്ക് വലിയ സ്ഥാനമാണ്, നിനക്ക് വലിയ സ്ഥാനമാണ്. എന്നാ അല്ലാഹുവിന്റെ മുമ്പില് നിന്നെക്കാളും സ്ഥാനമുണ്ട് ഒരു അടിമയുടെ ഇസ്സത്തിനൊന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു അടിമയുടെ ഇസ്സത്തിന്, ഒരു അടിമയുടെ അഭിമാനത്തിന് കഅബയെക്കാളും അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥാനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ ആയിഷ പതറിയില്ല, ആയിഷ ആത്മഹത്യ ചെയ്തില്ല, ആയിഷ വിഷം കുടിച്ചില്ല, ആയിഷ ഭിത്തിയിലെ തലയിടിച്ച് ചാകാൻ നോക്കിയില്ല. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ഈ ദിക്ർ പറഞ്ഞ് വീടിന്റെ അകത്തിരുന്നപ്പോ ആകാശത്ത് നിന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 10 ആയത്തുകളുമായിട്ടാണ് ഇറങ്ങി വന്നത്, ആ നിരപരാധിത്വം തെളിയിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠമെന്താ? എന്ത് കേട്ടാലും നല്ലത് ചിന്തിക്ക്, എന്ത് കേട്ടാലും നല്ലത് ചിന്തിക്ക്. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു മനസ്സു തരണേ അല്ലാ. നാലാമതായിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സമാധാനിപ്പിച്ച അടിമയാരെന്നറിയോ? മഹാനായ
മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയ, രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയ. പടച്ചവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബി തങ്ങള് മക്കയിലെ ഏറ്റവും കോടീശ്വരന്മാരായ ആൾക്കാരുമായിട്ട് നബി തങ്ങള് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ ദഅവത്ത് ചെയ്യുകയാണ്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ അങ്ങനെ പ്രമുഖരായ ചില നേതാക്കന്മാര് വലീദ് ഇബ്നു മുഗീറ ഉൾപ്പെടെ വലിയ വലിയ ഖുറൈശികളിൽപ്പെട്ട നേതാക്കന്മാര് നബി തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, എനിക്കൊരു ഇൽമു പറഞ്ഞു തരുമോ നബിയേ? ഒരു സംശയം ചോദിക്കാൻ കടന്നു വരികയാണ്. പടച്ചവനെ, ആ സ്വഹാബിക്ക് കണ്ണിന് കാഴ്ചയില്ല. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് ഇൽമു പറഞ്ഞു തരാറ്. പടച്ചവനെ, നബി തങ്ങൾ ചിന്തിക്കുകയാണ്, ഈ സഹാബി മുസ്ലിമാണല്ലോ, എപ്പോ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാമല്ലോ. ഈ ഇരിക്കുന്ന നേതാക്കന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. പടച്ചവനെ, ഉമ്മു മക്തൂം പിന്നെയും പിന്നെയും നബി തങ്ങളോട് ചോദിക്കുകയാ. നബിതങ്ങളുടെ മുമ്പിൽ വലിയ പ്രമുഖരായ ശത്രുക്കളുടെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് നബിതങ്ങൾ അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഉമ്മു മക്തൂം എന്ന് പറയുന്ന സഹാബി വന്നിട്ട് പറയുന്ന, നബിയെ, എനിക്കൊരു അറിവ് പഠിപ്പിച്ചു തരണം, എനിക്കൊരു സംശയമുണ്ട്, പറഞ്ഞു തരണം. ഈ സഹാബിക്ക് അറിയത്തില്ല നബിതങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹാബി ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നപ്പോ നബിതങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം എന്തേപ്പ ഇപ്പോഴാണ് ചോദിക്കണേ, ഈ സഹാബി ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോ നബിതങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മുമ്പിൽ നിന്ന് നേതാക്കന്മാരൊക്കെ ഇറങ്ങിപ്പോയപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നബിതങ്ങളോട് അങ്ങോട്ട് ഓതി കൊടുത്തു. ആ കണ്ണ് കാണാത്ത സഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ, ആ സഹാബിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രവാചകന്റെ മുഖം ഒന്ന് ചുളിഞ്ഞപ്പോ അതാ വരുന്നു അബസ വതവല്ല അൻജാഹുൽ അമാ. തുടർച്ചയായ ആയത്തുകൾ ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ തുടർച്ചയായിട്ട് ആയത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ്. ശരിയായില്ല നബിയേ, ശരിയായില്ല നബിയേ, മുഖം ചുളിച്ചത് ശരിയായില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴക്ക് പറയുന്നത് പോലെ ആ കണ്ണ് കാണാത്ത ഒരു സഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പടച്ചവനെ തുടർച്ചയായ ആയത്ത് ഇറങ്ങുകയാണ്. നബിതങ്ങളെ അല്ലാഹു വഴക്കു പറയുകയാണ്. നബിതങ്ങളെ അല്ലാഹു വഴക്കു പറയുകയാ. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ചവനെ ചോദിക്കുന്നു, എവിടെയാണ് ഉമ്മു മക്തൂം? എവിടെയാണ് ഉമ്മു മക്തൂം? എവിടെയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ യബ്സുതു ലഹു റിദാ, നബിതങ്ങൾ ആ ഷാളെടുത്തങ്ങ് വിരിക്കുകയാണ്. നബിതങ്ങൾ ആ ഷാളെടുത്തിട്ട് വിരിച്ചടോ ഉമ്മു മക്തൂമിനോട് പറഞ്ഞു ഇരിക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വിരിപ്പെടുത്ത് വിരിച്ചിട്ട് ഷാളെടുത്ത് വിരിച്ചിട്ട് ആ കണ്ണ് കാണാത്ത സഹാബിയെ വിളിക്കുകയാണ്. മർഹബാ മർഹബാ. അല്ലാഹുവിനെ കൊണ്ട് വഴക്ക് കേൾപ്പിച്ച സഹാബി പടച്ചവനെ നബിതങ്ങൾ അവിടുന്ന് സ്വീകരിക്കുകയാണ്. ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ വിരിപ്പിൽ പിടിച്ചിരുത്തിയിട്ട് പടച്ചവനെ നബിതങ്ങൾ എപ്പോഴും ചോദിക്കുമായിരുന്നു, ആ കണ്ണ് കാണാത്ത സഹാബിയോട് ചോദിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അല്ലാഹുവേ, കണ്ണ് കാണാത്ത ഒരുപാട് പേരെ കാണുമല്ലോ, വികലാംഗരായവരെ കാണുമല്ലോ, പ്രയാസം അനുഭവിക്കുന്നവരെ
കാണുമല്ലോ. നമ്മളിൽ പലർക്കും പുച്ഛമാടോ, അവർക്ക് കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് അവർക്ക് പരിഗണന കൊടുക്കണമെന്ന്, അവർക്ക് പരിഗണന കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ പറയുകയാണ്. പടച്ച റബ്ബേ, കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ കൈ പിടിച്ച് നടത്തിയാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? കണ്ണ് കാണാത്ത ഒരു മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നടത്തിച്ച അല്ലാഹുവേ എത്ര ദൂരം നടക്കുന്നുണ്ടോ അത്രയും ദൂരം സ്വർഗത്തിലേക്ക് അടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കിട്ടിയ കൈ പിടിച്ചിട്ട് നടത്തിക്കണം. എത്ര ദൂരം നടക്കുന്നുണ്ടോ അത്രയും ദൂരം നമ്മൾ സ്വർഗത്തിലേക്ക് അടുത്തു. സഹോദരനാണ് പറഞ്ഞത്, ഉസ്താദേ 14 കൊല്ലമായി പടച്ചവനെ രോഗിയാണ്, ദുആ ചെയ്യണം. ക്യാൻസർ പിടിച്ചവർ, ട്യൂമർ പിടിച്ചവർ, മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ. വയനാട് വഅദിന് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ കിഡ്നി പേഷ്യന്റ് ആണ്, ഡയാലിസിസ് ചെയ്യുകയാണ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ കൂടെ വന്ന സുൽഫി ചോദിച്ചു, നിങ്ങൾ മാറ്റിവെച്ചില്ലേ? ഈ കിഡ്നി ഒന്ന് മാറ്റിവെച്ചുകൂടായിരുന്നോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ മാറ്റിവെച്ചതാണ്, പക്ഷേ 4 വർഷമായപ്പോ ഫെയിലായി പോയി. ഓട്ടോ ഓടിക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, 4 കൊല്ലമായി ഫെയിലായി പോയി. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ ആ സഹോദരൻ പറയുകയാ, ഓരോ ദിവസവും മരുന്ന് കഴിക്കണം. ഞാനാണെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലാണ് മരുന്ന് കഴിക്കുന്നത്. 2 ദിവസത്തിൽ ഒരിക്കലാണ് മരുന്ന് കഴിക്കുന്നത്. അങ്ങനെ മരുന്ന് കഴിക്കുന്നത് തെറ്റിയപ്പോ അത് ഫെയിലായി പോയി. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ മരുന്ന് കഴിക്കുന്നത് മാറ്റിയത്? ആ ചെറുപ്പക്കാരന്റെ കണ്ണ് നിറഞ്ഞടോ. കല്യാണം പോലും കഴിക്കാത്ത ചെറുപ്പക്കാരന്റെ കണ്ണ് നിറഞ്ഞു. ഉസ്താദ്, ആഴ്ചയിൽ 5000 രൂപ വേണമായിരുന്നു, എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹുവേ, സങ്കടത്തോടെ പറയുമ്പോ ഇതുപോലെ 100 കണക്കിന് പേരെ കാണുന്നവരാടോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, പടച്ചവനെ, റജബിലേക്ക് കാലെടുത്തു വെക്കാൻ കാത്തിരിക്കുന്നവരോട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരാളുടെയും 1 രൂപ പോലും അല്ലാഹുവിന് ആവശ്യമില്ല. കൊടുത്താ പ്രതിഫലം നിങ്ങൾക്കാണ്, കൊടുത്താ പ്രതിഫലം നിങ്ങൾക്കാണ്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുക്ക്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുക്ക്. നഷ്ടമാകില്ല ചെറുപ്പക്കാരാ, നഷ്ടമാകില്ല പെങ്ങളെ. അസ്വദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. ഏത് വിപത്തിനെയും തട്ടിമാറ്റുമടോ. എന്നെ പ്രസംഗത്തിന് വിളിക്കുന്ന ചെറുപ്പക്കാരൻ എന്നെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചപ്പോ ഒരു നിമിഷം നമ്മളൊക്കെ ഒന്ന് പതറിപ്പോയടോ. ഒരു നിമിഷം നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു തേങ്ങല് വന്നോ. പടച്ചവനെ, വയനാടിനെ കുറിച്ച് പറഞ്ഞപ്പോ, ആ ദുരന്തത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പതറിപ്പോയില്ലേ? സദക്ക കൊടുക്കുന്നവരെ, വിപത്തുകളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്നാ, സദക്ക നിന്നെ രക്ഷപ്പെടുത്തുമെന്നാ. എത്ര അപകടങ്ങളാ കാണുന്നത്. ഇന്നലെ വഅദിന് പോയതിന്റെ പരിസരത്താണ്. പടച്ചവനെ, 4 പെൺകുട്ടികൾ സ്കൂള് വിട്ട് നടന്നു പോയപ്പോ പാണ്ടിലോറി വന്ന് പാഞ്ഞു കയറിയിട്ട് മരണപ്പെട്ടു പോയ ആ കുട്ടികളുടെ വീടിന്റെ പരിസരത്താ ഇന്നലെ വഅദുണ്ടായിരുന്നത്. റബ്ബേ, സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാന്. എത്ര അപകടങ്ങളാ കാണുന്നത്, എത്ര മരണങ്ങളാ കാണുന്നത്. മാരക രോഗം പടരുകയാടോ, മാരക രോഗം പടരുകയാ. ക്യാൻസർ പനി പടരുന്നത് പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാ. അതുകൊണ്ട് പെങ്ങള്, ഉസ്താദേ, ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന ഉമ്മ, രോഗം മാറണോ ഉമ്മ, രോഗം മാറണോ ഉമ്മ? ഒരു മരുന്ന് നബി തങ്ങൾ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു മരുന്ന് പറഞ്ഞു തരികയാണ്. ഏത് മരുന്നെന്നറിയോ? അല്ലാഹു
അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുകയാണ്, അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുകയാണ്. ചികിത്സിക്ക ചെറുപ്പക്കാരാ, എന്റെ ഉപ്പയോട് പറയുകയാണ്, ക്യാൻസറിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ, ട്യൂമറുണ്ടോ എന്നറിയില്ലല്ലോ, നിന്റെ കിഡ്നി പ്രവർത്തിക്കുന്നു എന്നറിയില്ലല്ലോ, കരള് രോഗമുണ്ടോ എന്നറിയില്ലല്ലോ. സഹോദരാ, നീ കൊടുക്കുന്ന ഈ സദക്കയുടെ മഹത്വം കൊണ്ട് അല്ലാഹു നിന്റെ രോഗം കരിച്ചു കളയുകയാണ്, ഒരു പനിയാക്കി മാറ്റുകയാണ്, നിന്റെ പ്രയാസം അല്ലാഹു മാറ്റുകയാണ്. അപകടങ്ങളെ തൊട്ട് അല്ലാഹു കാക്കുമടാ ചെറുപ്പക്കാരാ. ബൈക്കിന് പായുന്നവനല്ലേ, റോഡിലൂടെ പോകുന്നവനല്ലേ, മോനെ സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. പെങ്ങളെ, ദുർമരണത്തിൽ നിന്ന് രക്ഷപ്പെടുമുമ്മ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തോ, നഷ്ടമാകില്ല, നഷ്ടമാകില്ല. പടച്ചവനെ, ഈ പരിപാടിയുടെ ചിലവ് കടിഞ്ഞ് ഒരു രൂപമാക്കി വന്നാലും പടച്ചവനെ, അത് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന സ്ഥാപനത്തിലുള്ളതാണ്. 180ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലാണ്. പടച്ചവനെ, ആ സ്ഥാപനത്തിന് കൊടുക്കാനാണ്. അല്ലാതെ ഇതിന്റെ സംഘാടകർക്ക് ഒരു രൂപ പോലും അവർക്ക് ആവശ്യമില്ലടോ. അൽഹംദുലില്ലാഹ്, ഈ പരിപാടിക്ക് വിളിക്കുമ്പോ എന്നോട് പറഞ്ഞു, പിരിവൊന്നുമില്ല ഉസ്താദേ, പിരിവൊന്നുമില്ല ഉസ്താദേ. അവസാനമാണ് അറിയുന്നത്, പടച്ചവനെ എന്ത് കിട്ടിയാലും, ഈ പരിപാടിയുടെ ചിലവുകളിൽ എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ് അതിവിടെ കാണുന്ന സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങൾക്കുള്ളതാ. പടച്ചവനെ, ഓരോ കുട്ടികൾക്ക് ഒരു മാസം 3000 രൂപയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിദ്യാർത്ഥിക്ക് 30,000 രൂപയാണ് ഒരു കൊല്ലം. സഹോദരാ, സഹോദരി, എല്ലാവരുടെ കയ്യിലും ഞാൻ പിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പിരിക്കാൻ നിൽക്കുന്നില്ല. ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരികയാണ്. ഇത് ബദരിയ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനുള്ളതാണ്. അൽഹംദുലില്ലാഹ്, ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ പറയാം. ആ ആയത്തുകൾ ഓതിയിട്ട് അള്ളാഹുവിനോട് ആരെങ്കിലും പശ്ചാത്തപിച്ച അവന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുതരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഒരു 2 ആയത്ത് ഓതിയിട്ടൊന്ന് തൗബ ചെയ്തൂടെ? 2 ആയത്ത് ഓതിയിട്ട് തൗബ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ പിരിക്കാനും ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് 2 ആയത്ത് ഓതിയിട്ട് തൗബ ചെയ്തൂടെ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരെ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങൾക്ക് എന്താ എൻ്റെ അടുത്തൊരു വൈരാഗ്യം ഉള്ളതുപോലെ? ഞാൻ നിങ്ങളെന്തേലും, ഞാൻ 5-6 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എനിക്ക് നാളെ മുതലായി ഇനി റെസ്റ്റ്. ഞാൻ 3-4 ദിവസം ഹോസ്പിറ്റലിൽ ശ്വാസം മുട്ടും കഫക്കെട്ടും കൗണ്ടിങ് ഒക്കെ കൂടിയിട്ട് വലിയ പറയാം. ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. അപ്പോഴാണ് നിങ്ങൾ ഈ മസിലും പിടിച്ചിരിക്കണത്. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? അവിടെയൊക്കെ പോയി, അപ്പോഴേ പോയി. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ചിലർ വാതുറന്ന് കാണിക്കുന്നു, ചിലർ ആന്ന് പറയുന്നു, ചിലർ സുഖമെന്ന് പറയുന്നു, ചിലർ തലകുലുക്കുന്നു, ചിലർ മസില് പിടിച്ചിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ പറഞ്ഞ വഴുത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല, വെറുതെ കേട്ടിങ്ങനെ കൂട്ടുന്നല്ലാതെ വേറെന്താ. വഴുത് കേൾക്കുമ്പോൾ അറിവ് പഠിക്കുന്നത് ജീവിതത്തിൽ ചെയ്യണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി, നിനക്ക് സുഖമാണോ? അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ് റാഹത്താണ് നബിയെ. ആ ഒരു മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ പുറകെ വന്നു. ആ സ്വഹാബിയോടും ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ, എങ്ങനെ? ആ, സുഖം, ഖൈർ, റാഹത്താണ്, തീർന്നു, ഇത്ര തീർന്നു. അപ്പൊ നബി തങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു, അതെന്താ എനിക്ക് ബർക്കത്തില്ലേ? ആദ്യം ചോദിച്ച ആളോട് ചോദിച്ച അതേ ചോദ്യം എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്കെന്തേ നബിയെ ബർക്കത്തില്ലേ? നീ ഒരു അൽഹംദുലില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, സുഖമാണോ? ഉറക്കെ പറഞ്ഞ സുഖമാണോ? എന്തേ ആദ്യം പറയാ?
ഇതെന്തേ ആദ്യം പറയാൻ? അത് അറബികൾക്കും ഉസ്താദന്മാർക്കും മാത്രം ഉള്ളതാണെന്ന് നിങ്ങൾ വിചാരിച്ചു. അല്ല, എല്ലാവർക്കും ഉള്ളതാ. എൻ്റെ പൊന്നാര ചങ്ങാതി, ആര് സുഖമാണെന്ന് ചോദിച്ചാലും അൽഹംദുലില്ലാ പറ. കച്ചവടം ഉണ്ടോ? ഉണ്ടളിയാ. എന്തിനാളിയാ ഗൾഫിൽ പോകുന്നേ? അത്രയ്ക്കും ലാഭമാ. എന്തിനാ ഗൾഫിലൊക്കെ പോകുന്ന? നല്ല വരുമാനമാ എന്ന് പറയാറില്ലേ? അപ്പൊ അവൻ ചിന്തിക്കും, ഇവനു മാത്രം ഇത്ര കച്ചവടവും കാശും ഇടുന്ന അല്ല, പിന്നെ മുട്ട കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ നിന്റെ നാവ് സൂക്ഷിക്കണം പെങ്ങളെ, നീ നിന്റെ നാവ് സൂക്ഷിക്കണം. എന്തിനാ മൈക്കിട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ പഠിക്ക്. അള്ളാഹു നമുക്കെല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. സുഖമല്ലേ? ജീവിതമൊക്കെ റാഹത്തല്ലേ? കച്ചവടമൊക്കെ ഉണ്ടോ? കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? പൈസയൊക്കെ ഉണ്ടോ? അവിടെ പോയി പറ, പൈസയൊക്കെ ഉണ്ടോ? എനിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പറ, പൈസ ഉണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ചോദിക്കാതെ കിട്ടിയതല്ലേ, ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഞാൻ 2 ആയത്ത് പറഞ്ഞു തരാം. ഈ 2 ആയത്ത് ഓതിയിട്ട് അള്ളാഹുടെ മുമ്പിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഈ 2 ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്തിട്ട് ദുആ ചെയ്താൽ അള്ളാഹു അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കും. അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമാറാകട്ടെ.